ഹാപ്പി ഓണം ടു യു ഓൾസോ. സാറിന്റെ മൈൻഡിൽ ഓണം എന്ന് പറയുമ്പോൾ ആദ്യം എന്താ വരുന്നത്? കുട്ടിക്കാലത്ത് എക്സാമും അതിന് ശേഷമുള്ള അവധിയായിരുന്നു. ഇപ്പൊ 16 തൊട്ട് അദ്ദേഹം ഈ ക്യാൻസർ പേഷ്യൻസിന്റെ ഓണത്തിന്റെ അന്ന് ഫുഡ് കൊടുക്കുന്നൊരു ചടങ്ങ് നടത്തുക. പിന്നെ രാഷ്ട്രീയം നമുക്ക് പുതിയൊരു കാര്യമല്ല. ആളുകളെ കൊണ്ടുവരുന്നതിനകത്ത് വലിയ വിമർശനം ഞങ്ങളുടെ ഭാഗത്ത് 3 പഞ്ചായത്തുകളുള്ളത്. പിന്നെ പോയിട്ട് ഇങ്ങനെ വിളിക്കുന്നത് നമുക്ക് കാണാതെ വിളിച്ചാലും പലരും വരികയാണ്. സൈക്കിളില് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ അത് സ്പോണ്ടേനിയസ് ആയിട്ട് വന്നതാണോ അതൊരു പ്രീ പ്ലാൻഡ് ആയിരുന്നോ? സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഒറ്റയ്ക്ക് സൈക്കിളില് പുതുപ്പള്ളിയിൽ എല്ലാ വഴികളും അറിയാവുന്ന ഒരു തരത്തിൽ കാണിച്ചു കൊടുക്കില്ലേ എല്ലാവർക്കും അല്ലെ? വഴി അറിയാനല്ലേ വഴി തെറ്റിയെന്ന് പറയത്തുള്ളൂ, അല്ലാതെ വഴി അറിയാത്തൊരാൾക്ക് വഴി തെറ്റിയെന്ന് പറയാൻ പറ്റുമോ? ഗാന്ധി പറഞ്ഞിട്ടുള്ള വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള, ഞാൻ കൊറോണ സമയത്താണ് അത് അങ്ങനെ ഒരു കോട്ട് ഞാൻ തന്നിട്ടുള്ളത്. ഐ എം എ ഹിന്ദു, ഐ എം എ മുസ്ലിം, ഐ എം എ ക്രിസ്ത്യൻ, ഐ എം എ സിഖ്, ഐ എം എ പാർസി, നോട്ട് ഓൺലി മീ, യുവർ ഓൾ. ഞാൻ എൻ്റെ ജന്മം കൊണ്ട് ഒരു ഭാരതീയനാണെങ്കിൽ എൻ്റെ സംസ്കാരത്തിന്റെ ഭാഗമാണത്. ആ ഇന്ത്യൻ കൾച്ചർ എൻ്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. എല്ലാ ഞായറാഴ്ചയും ഉമ്മൻചാണ്ടി സാറ് പള്ളിയിൽ ഉണ്ടാവും. ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകും. എല്ലാ ദിവസവും എൻ്റെ ഫാദറിന്റെ കല്ലറയിൽ പോയിട്ടാണ് തുടങ്ങുന്നത്. എൻ്റെ ഫാദറിന്റെ കല്ലറയാണ് ദിവസം അവസാനിപ്പിക്കുന്ന പുതുപ്പള്ളി ഉണ്ടെങ്കിൽ. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ B4 Glaze മലയാളത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി 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 ഓണം. അപ്പം നമ്മുടെ ഓണം സ്പെഷ്യൽ എപ്പിസോഡ് കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആക്കാൻ എൻ്റെ കൂടെ വളരെ സ്പെഷ്യലായിട്ടൊരു ഗസ്റ്റ് ഉണ്ട്. കേരളം കണ്ട ഏറ്റവും ജനകീയനായ നേതാവിൻ്റെ മകൻ, ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ, പാരമ്പര്യത്തിൻ്റെ കരുത്തും യുവതലമുറയുടെ കാഴ്ചപ്പാടുകളും കോർത്തിണക്കി മുന്നേറുന്ന പുതുപ്പള്ളിയുടെ സ്വന്തം ചാണ്ടി ഉമ്മൻ. വെൽക്കം സർ. സർ ആദ്യം തന്നെ ഹാപ്പി ഓണം. ഹാപ്പി ഓണം ടു യു ഓൾസോ. താങ്ക് യു സർ. അപ്പം ഈ വർഷത്തെ ഓണത്തിൻ്റെ എന്തൊക്കെയാണ് സാറിൻ്റെ വിശേഷങ്ങൾ? എന്തൊക്കെയാണ് വിശേഷം എന്ന് പറയാൻ പ്രത്യേകിച്ച് വിശേഷമൊന്നും ഇല്ല. പ്രത്യേകിച്ച് എന്താ പറയുക, ഓണം എല്ലാ വർഷവും വലിയ ആഘോഷപൂർവ്വമാണ് നമ്മൾ എന്താ പറയുക സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഈ പ്രാവശ്യം നമ്മുടെ നാട്ടിലൊരു വീണ്ടും ഒരു വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു ഭീഷണിയും അതുപോലെ തന്നെ അതിൻ്റെതായ ഒരു എഫക്റ്റ് ഇപ്പോഴും ഉണ്ട്. പക്ഷേ 18ൻ്റെ എഫക്റ്റ് ഇല്ല അന്ന്. പക്ഷെ തുടർച്ചയായി മഴയും അതുപോലെ ഡാം മാനേജ്മെൻറ്റ് ഫുള്ളി ഫെയിലറായി. അന്ന് ഒത്തിരി ദിവസം വെള്ളം തുറന്നു വിടാതെ, തോട്ടപ്പള്ളി സ്പില്ല് തുറന്നു വിടാതെ ഒക്കെ ആപ്പാടെ ആൾക്കാരെ മനുഷ്യരെ പ്രളയത്തിലാക്കിയെന്ന് തന്നെ പറയാം. അപ്പം അതിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ ഫാർ ബെറ്ററാണ് ഇപ്രാവശ്യത്തെ മാനേജ്മെൻറ്റും ഒക്കെ. അപ്പം എങ്കിൽ പോലും നമുക്കൊരു കെടുതിയുടെ ആഫ്റ്റർ മാത്തിലാണ് ഉള്ളത്. നമ്മൾ വീഡിയോസിലൊക്കെ ഒരുപാട് കാണുകയും ചെയ്തു. സാറാണെങ്കിലും എനിക്കൊന്ന് കഴുത്തറ്റം വെള്ളത്തിൽ വരെ അല്ലേ ഒരുപാട് പഞ്ചായത്തുകൾ. ഞങ്ങളുടെ ഭാഗത്ത് 3 പഞ്ചായത്തുകൾ വെള്ളത്തിലായിരുന്നു. അത് പുതുപ്പള്ളിയിൽ കുറച്ച് ഭാഗങ്ങൾ, മണറാട് കുറച്ച് ഭാഗങ്ങൾ, അയർക്കുന്നത്ത് കുറച്ച് ഭാഗങ്ങൾ. അപ്പോൾ അവിടെയൊക്കെ എന്താ പ്രശ്നം വെച്ചാൽ ആൾക്കാർ പോരുന്നില്ല, വരാൻ തയ്യാറാവുന്നില്ല. അതാണ് അവരെ വിളിക്കുന്ന ഒരു 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 പ്രോസസ്സിലാണ് നമ്മൾ ഉണ്ടായിരുന്നത്. അപ്പം പിന്നെ പോയിട്ട് ഇങ്ങനെ വിളിക്കുന്നത് നമുക്ക് കാണാതെ, വിളിച്ചാലും പലരും വരികയില്ല. അവർക്കൊരു എന്താ പറയുക, ഒരു താല്പര്യക്കുറവാണ്, വരാൻ താല്പര്യമില്ല. അപ്പം അതിനെ മറികടന്ന് വേണം അവരെ കൊണ്ടുവരാൻ. പിന്നെ ചിലർ ലേറ്റായിട്ട് മനസ്സിലാക്കും. ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഒരു വീഡിയോ, ഒരു ലൈവ് പോയ വീഡിയോ വെച്ചാൽ അവർ 1ാം നില വരെ കയറി. അപ്പോൾ സെക്കൻഡ് ആ ഫസ്റ്റ് ഫ്ലോറിൻ്റെ അറ്റം വരെ എത്തിക്കുക. പിന്നെ അവർ വരാൻ വഴിയില്ല. അപ്പോൾ അവരെ പോയി വിളിച്ചുകൊണ്ട് വരികയാണ്. പക്ഷെ കുഴപ്പമില്ല, വലിയൊരു 3 മരണം വർഷം നടന്നു ഇവിടെ. എപ്പോഴും 3 മരണം നടന്നിട്ടുണ്ട്. സാർ അപ്പം തിരിച്ച് നമ്മൾ ഓണത്തിലേക്ക് ഒന്ന് വരുവാണെങ്കിൽ, കുട്ടിക്കാലം തൊട്ട് വീട്ടിൽ ഓണം ആഘോഷിക്കുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നോ? പിന്നെ ചെറുപ്പം തൊട്ട് നമ്മൾ ഓണമല്ലേ നമ്മുടെയൊക്കെ, പ്രത്യേകിച്ച് ഞങ്ങളുടെ സുദർശൻ നഗർ എന്ന് പറഞ്ഞ അപ്പാർട്ട്മെൻറ്റ്സിലാണല്ലോ, നഗറിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അവിടെ വലിയ സെലിബ്രേഷൻസ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ വീട്ടിലും ഓണം ഒരു എന്താ പറയുക സ്ഥിരമായിട്ടൊരു ഫംഗ്ഷനാക്കി മാറ്റിയിരുന്നു. അപ്പം എൻ്റെ ഭംഗി. ഉമ്മൻചാണ്ടി സാർ ഉള്ള സമയത്ത് ഓണത്തിന് വീട്ടിലുണ്ടാവാറുണ്ടായിരുന്നോ? ആ ഓണത്തിന് മിക്കവാറും എല്ലാ ഓണത്തിനും കാണും. ഇപ്പം 16 തൊട്ട് അദ്ദേഹം ഈ ക്യാൻസർ പേഷ്യൻസിൻ്റെ ഓണത്തിൻ്റെ അന്ന് ഫുഡ് കൊടുക്കുന്നൊരു ചടങ്ങ് നടത്തുകയാണ്. അമ്മയ്ക്ക് അത് നിർബന്ധം നടത്തണമെന്നും പറഞ്ഞ്. ഓക്കെ സാർ, ഇപ്പം നമുക്ക് ഓണം എന്ന് പറയുമ്പോഴേ ഓരോ മനുഷ്യരുടെ ഇപ്പം ആദ്യം ഇങ്ങനെ എക്സൈറ്റ് ചെയ്യുന്ന സാധനമുണ്ട്. ഇപ്പോൾ ഓണക്കോടി എന്നൊക്കെ പറയുന്ന പോലെ സാറിൻ്റെ മൈൻഡിൽ ഓണം എന്ന് പറയുമ്പോൾ ആദ്യം എന്താ? കുട്ടിക്കാലത്ത് എക്സാമും അതിന് ശേഷമുള്ള അവധിയായിരുന്നു എക്സൈറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഈ പറഞ്ഞ പോലെ കോളനിയിലെ ഫംഗ്ഷന്, അതിനകത്ത് ഓണത്തപ്പനായിട്ട് ഒരു പ്രാവശ്യം ഞാനായിരുന്നു. വേറെ പ്രാവശ്യം ഇങ്ങനെ
അങ്ങനെ ഒരു സജീവമായിരുന്നു. അതെ ജോയിൻറ്റ് സെലിബ്രേഷൻസ് ആയിരുന്നു ഞങ്ങളുടെ. അതൊരു ഒരു വില്ലേജ് പോലെ ആയിട്ട് തന്നെ ഞങ്ങൾ ആഘോഷിക്കുമായിരുന്നു. ഓണം കൂടുതലും തിരുവനന്തപുരത്താണ്, സ്കൂൾ അവിടെ ആയതുകൊണ്ട്. അപ്പോൾ ഓണ സദ്യയിലെ ഏറ്റവും ഇഷ്ടമുള്ള വിഭവം ഏതാ? അത് പായസം തന്നെയാണ്. പായസത്തിൽ ഏറ്റവും ഇഷ്ടം പാൽപ്പായസമാണ് ഏറ്റവും നല്ലത്. പാൽപ്പായസം. ഓക്കെ. പിന്നെ സാർ നമുക്കിനി ഇപ്പം പറഞ്ഞല്ലോ ട്രിവാൻഡ്രത്തായിരുന്നു, അങ്ങനത്തെ ഒരു സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ സാറിൻ്റെ സ്കൂളിങ്ങും ഒക്കെ എങ്ങനെയായിരുന്നു? ട്രിവാൻഡ്രം തന്നെ ആയിരുന്നോ? അതെ, ട്രിവാൻഡ്രത്തായിരുന്നു. ഫസ്റ്റ് വരെ ഞാൻ കാർമൽ സ്കൂളിലായിരുന്നു. അത് കഴിഞ്ഞ് 2nd തൊട്ട് 8th വരെ ലോയോളയായിരുന്നു. പിന്നെ സെൻറ് തോമസ്. പിന്നെ കോളേജ് ഞാൻ സെൻറ്റ് സ്റ്റീവൻസ്, പിന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ട്രിവാൻഡ്രത്ത് കോളേജ് UNS ഒരു വർഷം ഞാനത് പഠിച്ചിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ഞാനെങ്കിൽ പോകുന്നത്, ഡൽഹിക്ക് പോകുന്നത്. ഞാൻ വായിച്ചത് വെച്ചിട്ട് സാർ കോളേജ് കഴിഞ്ഞിട്ട് LLB ചെയ്ത് അല്ല, അതായത് ബാച്ചിലേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് LLB ചെയ്തു. LLB കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സ് ഹിസ്റ്ററി ചെയ്തു. പിന്നെ LLM 2 LLM കൂടെ എടുത്തു. അപ്പോൾ ആ സമയത്ത് സാറ് പ്രാക്ടീസ് ചെയ്തില്ലായിരുന്നു? ലോയറായിട്ടും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ അധ്യാപകനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ സാറിന് കൊച്ചിലെ തൊട്ട് പൊളിറ്റിക്സ് ആണ് ഇഷ്ടം എന്ന് ഞാൻ പലയിടത്ത് കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും പൊളിറ്റിക്സിൽ വന്നില്ലായിരുന്നെങ്കിൽ ലോയറായിട്ട് പ്രാക്ടീസ് ചെയ്ത് അതിൻ്റെ ഉയർന്ന തലങ്ങളിൽ പോകുമായിരുന്നു, അതോ അധ്യാപകനാകുമായിരുന്നു? അധ്യാപകനാണെന്ന് എനിക്ക് ഇഷ്ടം. ടീച്ചിങ് ഇഷ്ടമായിരുന്നു. കാരണം അതൊരു ഇൻട്രാക്ഷൻ ആണല്ലോ, ജനങ്ങളുമായിട്ടുള്ള കുട്ടികളായിട്ടുള്ള ഇൻട്രാക്ഷൻ എന്ന് പറയുമ്പം നമ്മൾ വിദ്യാർത്ഥി രംഗത്ത് നിന്നൊരു ആളെന്ന നിലയിൽ അതൊരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ആയിരുന്നു. ഇപ്പം പൊളിറ്റിക്സിൽ ഇപ്പോൾ സാർ ഇപ്പം ആക്റ്റീവ് സജീവമായിട്ട് ഇങ്ങനെ ഇറങ്ങുന്നല്ല, എന്നാലും ആദ്യമായിട്ട് ഈ ഒരു രാഷ്ട്രീയത്തിലേക്കുള്ള സ്റ്റെപ്സ് ഏത് സമയത്താണ് എടുത്തത്? ഞാൻ 2000-ലാണ് എൻ്റെ വാർഡിൽ വീട് കയറി ഞാൻ പ്രവർത്തനം തുടങ്ങി. പക്ഷെ അപ്പോഴും ഞാൻ ഇവിടെ അങ്ങനെ നിൽക്കുന്നില്ല, പുതുപ്പള്ളിയിൽ അങ്ങനെ നിൽക്കുന്നില്ല. എൻ്റെ അവധിക്ക് വരും, അല്ലെങ്കിൽ ഈ ഇലക്ഷൻ സമയത്ത് വരും. സ്ഥിരമായിട്ട് നിൽക്കുന്നത് MLA ആയതിനു ശേഷമാണ്. പക്ഷേ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ആദ്യമായി വീടുകൾ കയറി 2000 തൊട്ട് പഞ്ചായത്ത് ഇലക്ഷന് വീട് കയറിയതാണ്. പിന്നെ 2001 അസംബ്ലി ഇലക്ഷന് പ്രസംഗിച്ചു. അതൊക്കെയാണ് നമ്മുടെ ഓർമ്മകൾ ഇവിടെ അതായിട്ടുള്ളത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിലേക്ക് വളരെ, അതായത് പെട്ടെന്നാണല്ലോ, ഒരു അപ്രതീക്ഷിതമായിട്ടാണല്ലോ സാർ വന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇലക്ട്രൽ പൊളിറ്റിക്സിലേക്ക് വന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്കെല്ലാം അറിയാം സാർ തന്നെ ആയിരിക്കും വിൻ ചെയ്യാന്നുള്ള അത്രയും നമുക്ക് ഷുവറാണ്. പക്ഷേ എന്നാലും ഇപ്പോൾ പറഞ്ഞാൽ സാർ കൂടുതലും ഡൽഹിയിലും ഒക്കെ ആയിരുന്നല്ലോ. അപ്പം പുതുപ്പള്ളിയിൽ അത്രയും ആക്റ്റീവ് അല്ലായിരുന്നല്ലോ. അപ്പോൾ ഒരു പേഴ്സണൽ സ്ട്രഗിൾ ഉണ്ടായിരുന്നു, കാരണം കുറേ എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്, ഇത് മീറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെ സാറിന് ഒരു പേഴ്സണൽ സ്ട്രഗിൾ ഉണ്ടായിരുന്നു ആ സമയത്ത്? ഇതിനകത്ത് നമ്മൾ ഇവിടെ അല്ല എന്ന് പറഞ്ഞാലും എൻ്റെ നാടിലാണ്. അപ്പം ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതൽ എൻ്റെ അവധികളെല്ലാം സ്പെൻഡ് ചെയ്യുന്ന ഇവിടെയും എൻ്റെ മദറിൻ്റെ പ്ലേസിലായിട്ടാണ്. അപ്പം ഇവിടെയായിട്ടുള്ള എല്ലാവരുമായിട്ട് പരിചയമുണ്ട്. പിന്നെ രാഷ്ട്രീയം നമുക്ക് പുതിയൊരു കാര്യമല്ല, നമ്മൾ ഇത് കണ്ട് വളർന്നിട്ടുള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഇത് പോകുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ ആ സമയത്തെ ഇപ്പോൾ സാർ നല്ല ഭൂരിപക്ഷത്തോടെ ജയിച്ചു. പക്ഷെ എന്നാലും ഇങ്ങനെ ആളുകൾ ഒരുപാട് എക്സ്പെക്ടേഷനോടെ കാണുന്നുണ്ട്. ആദ്യമൊക്കെ കുറേ ക്രിറ്റിസിസംസ് ആണ് വന്നത്, ഒരു അക്സെപ്റ്റൻസ് കുറവായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് ആദ്യത്തെ ടേമിൽ. അതിപ്പോഴും അത് തന്നെയാണുള്ളൂ, പുതിയ കാര്യമല്ലല്ലോ. ഇപ്പം ഞാനിപ്പോൾ അല്ല ഇപ്പം അങ്ങനെ അല്ലല്ലോ, കാരണം ഫേസ്ബുക്ക് എടുത്ത് നോക്കൂ, ഞാൻ ആ ആളുകളെ കൊണ്ടുവരുന്നതിനകത്ത് വലിയ വിമർശനമാണ്. എന്തിനാ വിമർശനം എന്ന് എനിക്ക് മനസ്സിലായി. നമ്മളൊരു ദുരന്തമുഖത്ത് നിൽക്കുക, ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ ഞാനും ജനപ്രതിനിധി നില എനിക്ക് സ്വിമ്മിങ് അറിയാവുന്ന ആളാണ്. ഞാൻ പല രക്ഷാപ്രവർത്തനത്തിന് മുമ്പ് പങ്കെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇവിടെ മീനെടുത്ത് ഒരാൾ കാണാതായി. അന്ന് ഇവിടുന്ന് ഒരു ടീം എമർജൻസി എന്ന് പറഞ്ഞ ടീം, ഒരു 5-7 പേരുള്ള അവർ പലപ്പോഴത്തും വെള്ളപ്പൊക്കമുള്ളിടത്തൊക്കെ വന്ന് അവർ വെള്ളത്തിൽ ഇറങ്ങാറുണ്ട്. ഇയാളെ തപ്പുന്ന ഒരു ടീമാണ്. അപ്പം അവർ വന്ന് തപ്പാന്ന്, ഇപ്പം ഞാനും കൊടുത്തി ഇറങ്ങി. 5 കിലോമീറ്ററോളം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ മൊത്തം അവരുടെ ടീം ഓപ്പറേറ്റ് ചെയ്തപ്പോൾ ഞാനും അവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു. ഇതേപോലത്തെ വെള്ളത്തിലായിരുന്നു അന്ന് ഞാൻ അപ്പോൾ ഇപ്പോൾ ഫയർഫോഴ്സ് വന്നപ്പോൾ അവരോട് ഞാനും പോയി. അതിനകത്ത് വലിയ അത്ഭുതവും ഇല്ല, അതിനകത്ത് വലിയ വിമർശനത്തിൻ്റെ കാര്യമില്ല. പക്ഷെ നമുക്ക് വ്യാപക വിമർശനമാണ്. എന്തിനാണ് നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര സപ്പോർട്ട് അതിനകത്തുണ്ട്. എനിക്ക് അതിനകത്ത് 50 ലക്ഷം വ്യൂസ് ആണ് ആ ഒരു ഇതിനകത്ത്. എനിക്ക് തോന്നുന്നു കൂടുതലും യൂത്ത് ആണ് അല്ലേ സാറിന്റെ ഒരു സ്ട്രെങ്ത് എന്ന് എനിക്ക് തോന്നി. അവർക്കത് അതിന്റെ വ്യൂ മനസ്സിലാവുന്നുണ്ട്. നമ്മളിപ്പം ആ ഒരു ആൾക്കാരുമായിട്ട് ചേർന്ന് നമ്മൾ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഞാൻ ഏത് കാര്യം വന്നാലും ഈ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒരു പ്രശ്നം വന്നപ്പോൾ ഞാനും ഇടപെട്ടു. അതിന് വേറെ അർത്ഥം കാണേണ്ടതില്ല. അത് ശരിക്കും സാർ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ, ഈ ഹേറ്റ് നമുക്ക് എപ്പോഴും ഹേറ്റ്
ഒരു ഹേറ്റ് ക്യാമ്പയിനും എപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ ആദ്യത്തെ സാറിൻ്റെ എന്താ പറയുക ബൈ ഇലക്ഷൻ ടൈമിൽ സാർ പുതുപ്പള്ളി കൂടെ വരുമ്പോൾ ലൈക്ക് ഫ്രണ്ടിൽ പോകുന്ന ജീപ്പ് എന്തേ ചോദിക്കുന്നത്, അല്ലെങ്കിൽ മാപ്പ് ഇട്ട് പോട്ടെ എന്ന് ചോദിക്കുന്ന ഒരു സാധനം. ഞാൻ പറഞ്ഞ ആ വണ്ടിക്ക് വഴി തെറ്റിയെന്ന് ഞാൻ പറയാം. വഴി അറിയാമെങ്കിലല്ലേ വഴി തെറ്റിയെന്ന് പറയത്തുള്ളൂ. അല്ലാതെ വഴി അറിയാത്തൊരാൾക്ക് വഴി തെറ്റിയെന്ന് പറയാൻ പറ്റുമോ? വഴി അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വഴി തെറ്റിയെന്ന് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് വിമർശനം എന്നും ഉണ്ട്. അതിപ്പോ നല്ല കാര്യം ചെയ്താലും ഉണ്ട്, എന്തെങ്കിലും അബദ്ധം പറ്റിയാലും ഉണ്ട്. പക്ഷെ അത് ബ്യൂട്ടിഫുള്ളി സാർ മാനേജ് ചെയ്തു. ഈ ക്യാമ്പയിന് ഒറ്റയ്ക്ക് സൈക്കിളില് പുതുപ്പള്ളിയിലെ എല്ലാ വഴികളും അറിയാവുന്ന ഒരു തരത്തിൽ കാണിച്ചു കൊടുത്തില്ലേ എല്ലാവർക്കും, അല്ലേ? അല്ല, അതൊക്കെ നമ്മള് ചെറുപ്പം തൊട്ട് ഉള്ള സ്ഥലമല്ലേ, എൻ്റെ നാടല്ലേ. എനിക്ക് ഏത് വഴിയും പരിചിതമായിട്ടുള്ളതാണ്. പൊതുവെ പഠിക്കേണ്ടതുണ്ട്. നമ്മളിപ്പം സ്ഥിരമായി പോയാലേ പഠിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ആ ഒരു തോട്ട് സൈക്കിളിൽ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ അത് സ്പോണ്ടേനിയസ് ആയിട്ട് വന്നതാണോ, അതൊരു പ്രീ പ്ലാൻഡ് ആയിരുന്നോ? ഇപ്പം സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കുന്നില്ല, എന്ത് ചെയ്യാൻ പറ്റും? അതാ ഞാൻ ചോദിച്ചത്. കാരണം അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയിട്ടാണോ ചെയ്തത് എന്ന് ചോദിക്കുന്ന ഒരു കൂട്ടമുണ്ട്. എനിക്കിപ്പം ഞാൻ പറഞ്ഞു, ഞാനൊരു 6 മാസം മുമ്പ് തന്നെ ഒരു സ്കൂട്ടർ മേടിക്കണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ്. കാരണം ചിലപ്പം എനിക്ക് എപ്പോഴും ഫ്രീ ആയിട്ടൊന്ന് പുറത്ത് പോകണമെങ്കിൽ അങ്ങനെ ഒരു മനസ്സിലിരിക്കുമ്പോഴാണ് ഈ ഒരു സൈക്കിൾ വന്നത്. ആശയം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇലക്ട്രിക് സൈക്കിളാണ്. അപ്പം നമുക്ക് വലിയൊരു എന്താ പറയുക ഒരു സന്ദേശം കൂടെ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അതിനെ വേറെ തരത്തിലാണ് എല്ലാവരും കാണുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവരും അല്ല, കുറേ പേര്. കുറച്ച് ഒരു അതെപ്പോഴും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യമാണ്. ഇപ്പം സാർ ഞാൻ പറഞ്ഞു യൂത്താണ് സപ്പോർട്ട് എന്നുള്ളത്. പക്ഷെ നമുക്ക് ഇപ്പം തോന്നിയിട്ടില്ല, ഇപ്പം ജെൻസി ആണെങ്കിലും കുറേ ആളുകൾക്ക് പൊളിറ്റിക്സോടൊരു കണക്ഷൻ ഇല്ലാത്ത പോലെ തോന്നുന്നില്ല. അത് ശരിക്കും ഒരു പരിധി വരെ ഇപ്പോഴത്തെ ഇപ്പം നിങ്ങളെപ്പോലുള്ളൊരു ന്യൂ ജനറേഷൻ പൊളിറ്റീഷ്യൻസിൻ്റെ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ സജീവമാവുന്നത് കൊണ്ട് കുറയും തോന്നുന്നുണ്ട്. അതായത് കുറച്ചുകൂടെ ജെൻസി ആളുകൾ പൊളിറ്റിക്സിലേക്ക് വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഇപ്പം അങ്ങനെ ഒരു താല്പര്യക്കുറവൊന്നും ജെൻസിക്ക് ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം നമ്മൾ കണ്ടില്ലേ സി ജെ പി എന്നും പറഞ്ഞ് ഒത്തിരി പേര് വന്നിറങ്ങി. ആൾക്കാരെല്ലാം വാച്ച് ചെയ്യുന്നുണ്ടെന്നേ. അവരെ ഒരു മൂവ്മെന്റ് കിട്ടിയാൽ പ്രതികരിക്കും. അതിന്റെ തെളിവാണ് ഈ ഡൽഹിയിൽ നടന്ന സമരങ്ങൾ. ഇവിടെ തന്നെ ആൾക്കാർ വ്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പം എനിക്ക് കിട്ടുന്ന ഒരു പിന്തുണ എൻ്റെ വാട്സപ്പ് അല്ലെങ്കിൽ ഈ ഇൻസ്റ്റയിൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം. കൊച്ചു കുട്ടികൾ വരെ സാറിന് വേണ്ടിയിട്ട് വീഡിയോസ് ചെയ്തിരുന്നുണ്ട്. അതാ എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയിട്ടുള്ളൂ. അപ്പം ആൾക്കാരെല്ലാം വാച്ച് ചെയ്യുന്നുണ്ട്. കുട്ടികൾ പ്രത്യേകിച്ച് വാച്ച് ചെയ്യുന്നുണ്ട്. കുട്ടികൾ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇന്ന് ഉച്ചയ്ക്ക് തന്നെ ക്യാമ്പിൽ നിന്ന് 4 കുട്ടികൾ വിളിച്ചു. അപ്പോൾ എനിക്ക് ഇങ്ങനെ മെസ്സേജ് കിട്ടും. ഞാനത് റെസ്പോണ്ട് ചെയ്തു. ഞാൻ അതിനനുസരിച്ച് ഇവിടെ കമ്മ്യൂണിക്കേഷൻ കൊടുത്തു. നമ്മൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. അതേസമയം അവരും ഇൻവോൾവ് ആണ്. അപ്പം കുട്ടികൾ വരെ രാഷ്ട്രീയത്തിലും അവരുടെ ജീവിതത്തിലൊക്കെ ഇൻവോൾവ് ആണ്. അവരെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ അവർ ഒപ്പീനിയൻ പറയും. ഇവിടെ വന്ന് ഫുട്ബോൾ ടൂർണമെന്റ് നടത്തണമെന്ന് എൻ്റെ കുട്ടികൾ പറഞ്ഞു. ഞാനിപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു, അത് അനൗൺസ് ചെയ്യാനും വെച്ചു. അപ്പോഴാണ് ഈ മഴയുടെ കെടുതി വന്നത്. അത് പിന്നെ ഇനി ചിലപ്പോൾ ഒന്ന് ആലോചിക്കണം എങ്ങനെ വേണമെന്നുള്ളത്. സോഷ്യൽ മീഡിയയുടെ ഇപ്പോൾ ആ ഒരു ഇൻഫ്ലുവൻസിനെ സാർ എങ്ങനെയാണ് കാണുന്നത്? സോഷ്യൽ മീഡിയയുടെ ഒരു പാർട്ട് ഈ ഒരു യൂത്തിനെ അട്രാക്ട് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ ഈസ് വെരി സ്ട്രോങ്. അപ്പം ആൾക്കാർക്ക് സ്ട്രൈക്ക് ചെയ്യുന്നതാണെങ്കിൽ ദേ വിൽ ലുക്ക് ഇൻടു ഇറ്റ്. ഇപ്പം ഈ ഫ്ലഡിന്റെ സമയത്തുള്ള റെസ്പോൺസ് തന്നെ ജനങ്ങൾ ഇറങ്ങി ആൾക്കാരെ സംരക്ഷിക്കാനായിട്ട് അവർ തന്നെ ഇറങ്ങുമല്ലേ. അത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം നമ്മൾ കണ്ടു കോക്രോച്ച് ജനതാ പാർട്ടി ഒരു പെട്ടെന്നൊരു ബൂമായിട്ടല്ല അത്രയും ഒരു സപ്പോർട്ട് വന്നു. സോ അത് കണ്ടപ്പോൾ എന്ത് തോന്നി? അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു അവസരം കോൺഗ്രസ് പാർട്ടിക്ക് ഇതിപ്പോൾ സെൻറ്ററിൽ അല്ലെങ്കിൽ അവർക്കെതിരെ യൂസ് ചെയ്യാൻ പറ്റിയൊരു മൊമെൻ്റ് ആയിട്ട് തോന്നിയായിരുന്നോ? ആർക്കെതിരെ യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് പോളിസീസ് വേണം. നമുക്ക് നല്ല പോളിസീസ് വേണം. നല്ല മൂവ്മെന്റ് വേണം. എന്തിനാ? നമ്മുടെ ചെറുപ്പക്കാരുടെ ഭാവി സംരക്ഷിക്കുക. നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയാണ് അവര്. നമ്മുടെ രാജ്യമാണ് അവരെ സംരക്ഷിച്ചില്ലേ നമ്മുടെ രാജ്യം ഇവിടെ നിൽക്കും. അപ്പം പല ടെസ്റ്റുകൾ ഒന്നിപ്പിച്ചിട്ടാണ് NEET നടത്തുന്നത്. ഇതും അങ്ങനെ അല്ലായിരുന്നു. എയിംസിന് വേറെ ആയിരുന്നു, PGIMR വേറെ ആയിരുന്നു. ഇപ്പം എല്ലാം കൂടെ ഒന്നിപ്പിച്ചപ്പോൾ എഫിഷ്യൻസി കൂടുന്നതിന് പകരം എഫിഷ്യൻസി ഇല്ലാതാവുകയാണ്. സോ അതുകൊണ്ട് എഫിഷ്യൻ്റ് ആയിട്ടുള്ള സിസ്റ്റമാണ് വേണ്ടത്. ഒന്നിപ്പിച്ചാലും ഇല്ലേലും കുട്ടികളുടെ ഭാവി സംരക്ഷിക്കണം. അതിനകത്ത് കള്ളത്തരം നടത്താം. ഇതിപ്പോൾ ഒന്നിപ്പിച്ചപ്പോഴത്തേക്ക് കള്ളത്തരം നടത്താൻ എളുപ്പമായി. നമ്മുടെ പല സ്ഥാനമായിട്ട് നടന്നപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ വളരെ ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസ് അങ്ങനെയുള്ള പല എക്സാംസ് ആയിരുന്നപ്പോഴും ഒരു ഇഷ്യൂ ഇല്ലായിരുന്നു. ഇപ്പോൾ ഒന്നിപ്പിച്ചപ്പോൾ കൂടുതൽ പ്രശ്നം കേൾക്കുക. ഇപ്പം നമ്മളിപ്പോൾ മറ്റാരെയും അനുകരിക്കാൻ പോകേണ്ട കാര്യമില്ല. ഇപ്പം ചൈനയിലൊരു സിസ്റ്റം ഉണ്ടെങ്കിൽ ചൈനയുടെ സിസ്റ്റം നടക്കട്ടെ, അവർക്ക് ഗുണം. നമ്മളിപ്പം ഒന്നിപ്പിച്ചു, ഓക്കെ. ഒന്നിപ്പിക്കേണ്ട കാര്യമുണ്ടോ ഇല്ലയോ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഒന്നിപ്പിച്ചപ്പം നല്ല രീതി കൊണ്ടുപോകാനുള്ള ബാധ്യത നമുക്ക് എല്ലാവർക്കും. 20 കുട്ടികളുടെ ജീവനെ നമുക്ക് നഷ്ടപ്പെട്ടു. പിന്നെ അത് ചെറുതാണോ? 20 ഡോക്ടർമാരോ അല്ലെങ്കിൽ ഭാവി നേതാക്കന്മാരാണോ അവർ? ഏത് രംഗത്താണ്?
അപ്പോൾ അവരായിരുന്നു തന്നെ ചിലപ്പം ഒരു നമുക്കൊരു ഐൻസ്റ്റീനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ലീഡറായി നമ്മുടെ മാറേണ്ടത്. അവർ ഒരു ജീവൻ പോലും നഷ്ടപ്പെടാൻ പാടില്ല. അതാണ് നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ സാർ നമുക്കിപ്പോൾ അതിപ്പോൾ എന്താ പറയുക, വോട്ട് ചെയ്യാനായി വരേണ്ട, അതായത് 18 വയസ്സിലേക്ക് എത്തുന്ന കുട്ടികൾ, അതായത് നെക്സ്റ്റ് ജനറേഷൻ നമ്മുടെ രാജ്യത്തിൻ്റെ ഇത്രയും ആൾക്കാർക്ക് എതിർപ്പുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്ട്രോങ് ടൈം അല്ലേ ഒപ്പോസിഷന്, സെൻറ്ററിന്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു നെക്സ്റ്റ് ടേണിലേക്ക് വരാനുള്ള. കോൺഗ്രസ് പാർട്ടി തുടക്കം തൊട്ട് രാഹുൽ ഗാന്ധി നേതൃത്വത്തിൽ ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ടായിരുന്നു ഇവർക്കെതിരെ. ഈ തരത്തിൽ മുന്നോട്ട് പോകാൻ പാടില്ല. എത്ര സമരങ്ങളാണ് യൂത്ത് കോൺഗ്രസ് നടത്തിയത്, എത്ര സമരങ്ങൾ NSU നടത്തിയത്, എത്ര സമരങ്ങളാണ് രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുത്തത്. രാഹുൽ ഗാന്ധി PM-ന്റെ ഓഫീസ് വീട്ടിൽ നിന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുപോകല്ലേ. അങ്ങനെ സ്ട്രോങ് ആയി സമരം നടത്തിയ ആളാണ് രാഹുൽ ഗാന്ധി. അതിൽ കൂടുതൽ നമുക്കൊന്നും ചെയ്യാനില്ല. ഇത് ഗവൺമെന്റിനെതിരെ മൂവ്മെന്റ് എന്ന് മാത്രമല്ല, ഗവൺമെന്റിനെതിരെ അപ്പുറം നല്ല പോളിസിക്ക് വേണ്ടി, നല്ല ഒരു എൻട്രൻസ് സിസ്റ്റത്തിന് വേണ്ടിയുള്ള സമരമായിട്ട് ഇതിനെ കണ്ടാൽ മതി. പിന്നെ സാർ ഇനിയിപ്പോൾ തിരിച്ച് നമ്മൾ വരുവാണെങ്കിൽ സാർ ഇപ്പോൾ പൊളിറ്റീഷ്യൻ എന്നുള്ള നിലയിൽ മാത്രമല്ല, വളരെ സ്പിരിച്വൽ ആയിട്ടൊരു പേഴ്സൺ കൂടെയാണ്. സോ ആ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? കൊച്ചിലേ തൊട്ടേ അങ്ങനെയാണോ? കുട്ടിക്കാലം എൻ്റെ മദർ എന്നെ ഭയങ്കര സ്പിരിച്വലായിട്ടാണ് പഠിപ്പിച്ചത്. അമ്മയാണ് അങ്ങനെ പഠിപ്പിച്ചത്. ഇപ്പം ആ ഒരു പാത്തിൽ കൂടെ എപ്പോഴും പോകുന്നു. പക്ഷെ നമ്മൾ പള്ളികളിൽ മാത്രമല്ല സാറിന് അമ്പലങ്ങളിലും സജീവമായിട്ട് കാണും. ഇപ്പോൾ അമ്പലത്തിൻ്റെ കൊടിയേറുന്ന സമയത്തായാലും അങ്ങനെ എല്ലാം ഉണ്ട്. അതിപ്പോൾ സാർ ഇപ്പോൾ ഒരു പൊളിറ്റീഷ്യനാണ്, സോ യു ഷുഡ് ബി എ റോൾ മോഡൽ എന്നുള്ളത് കൊണ്ടാണോ, അതോ എല്ലാ മതത്തിലും വിശ്വാസം കൊച്ചിലേ തൊട്ടേ ഉണ്ടോ? കൊച്ചിലേ തൊട്ടേ ഉണ്ടെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഒരു ട്രാൻസ്ഫോർമേഷൻ എൻ്റെ ഒരു 10-15 വർഷമായിട്ടുള്ള എൻ്റെ ഒരു ലൈഫിലുണ്ടായിട്ടുണ്ട്. അതിൽ എല്ലാ മതങ്ങളുടെ സാരാംശം ഒന്നാണെന്നും അത് കൾച്ചറൽ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, ലാംഗ്വേജ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അത് ആണ് റിയാലിറ്റി ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് സർവ്വമത സമ്മേളനം നടത്തുവാൻ എൻ്റെ ഒരു കോർഡിനേഷൻ ഇപ്പം വിവിധ രാജ്യങ്ങളിൽ പോയി നടത്തുവാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വത്തിക്കാനിലാണ് ലഭിച്ചത്. ഇപ്പം മാർപ്പാപ്പയുടെ സാന്നിധ്യത്തിൽ വെച്ച് ഇങ്ങനെ പരിപാടിയുടെ 100-ാം വർഷം നടത്തുക. അത് കഴിഞ്ഞ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ, ഏറ്റവും അവസാനം ഞാൻ ജപ്പാനിൽ പോയിട്ടാണ് വരുന്നത്. ജപ്പാനിലെ ദൈവദശകത്തിൻ്റെ ജാപ്പനീസ് വെർഷൻ്റെ റിലീസ് നടത്തിയിട്ടാണ് ഞാൻ വരുന്നത്. പോയത് ഫ്യൂ അവേഴ്സാണ്, പക്ഷേ അത് നടത്താനുള്ള ഭാഗ്യം എനിക്ക്. അല്ലെങ്കിൽ അതുകൊണ്ട് കൾച്ചറൽ ഡിഫറൻസിനപ്പുറം യു ഷുഡ് സീ ഗോഡ് ആസ് വൺ. അതാണ് ഗാന്ധിജി നമുക്ക് പറഞ്ഞിട്ടുള്ളത്. ഗാന്ധി പറഞ്ഞിട്ടുള്ള വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള, ഞാൻ കൊറോണ സമയത്താണത് അങ്ങനെ ഒരു കോട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. ഐ ആം എ ഹിന്ദു, ഐ ആം എ മുസ്ലിം, ഐ ആം എ ക്രിസ്ത്യൻ, ഐ ആം എ സിഖ്, ഐ ആം എ പാർസി, നോട്ട് ഓൺലി മീ, യു ആർ ഓൾ. ഞാനൊരു ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും സിഖും പാർസിയും യഹൂദനും എല്ലാമാണ്, ഞാൻ മാത്രമല്ല നിങ്ങളെല്ലാവരും. സോ ഒരു ഗാന്ധിയൻ ഐഡിയോളജി, അതുപോലെ തന്നെ ഗുരുവും അത് തന്നെയാണ്. ശ്രീനാരായണ ഗുരുദേവനും സാർ ശിവഗിരി മഠമായിട്ട് ഭയങ്കര ക്ലോസ് ആണ്, അങ്ങനെയാണെന്ന് തോന്നുന്നല്ലേ സർവ്വമത സമ്മേളനം? അതെ, അത് ശിവഗിരി മഠം ഞാൻ ആക്ച്വലി അതിനുശേഷമാണ് ക്ലോസ് ആവുന്നത്. ഈ സർവ്വമത സമ്മേളനം നടത്തി ക്ലോസ് ആയതാണ്. ഞാൻ ഇടയ്ക്ക് അവിടെ പോകുമായിരുന്നു. അപ്പം ഒരു ദിവസം അങ്ങനെ പോയപ്പോൾ ഇവിടെ സ്വാമി എന്നോട് ആവശ്യപ്പെട്ടു അങ്ങനെ ആ പരിപാടി നടത്തുക. അപ്പം അതുകൊണ്ട് അതിനുശേഷം അതുമായിട്ട് അങ്ങനെ ഇൻവോൾവ് ആണ്. ഇടയ്ക്ക് ചില രാജ്യങ്ങളിലൊക്കെ പോകാനുള്ള ഭാഗ്യം അതുകൊണ്ടുണ്ട്. ഇപ്പം പോപ്പിനെ മീറ്റ് ചെയ്ത സമയത്ത് എന്തെങ്കിലും ഡയറക്റ്റ് സംസാരിക്കുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും വേർഡ്സ് പറഞ്ഞ് സ്ട്രൈക്കിംഗ് ആയിട്ട് മൈൻഡിലുണ്ടോ? അല്ല, ആദ്യം കണ്ടപ്പോഴേ ഞാൻ 2020 കണ്ടത്. അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു പ്രേ ഫോർ മീ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് വലിയ അത്ഭുതമായി പോയി. ലോകത്തിലെ ഏറ്റവും ആളുകൾ തങ്ങളുടെ എന്താ പറയുക സുപ്രീം ഹെഡായിട്ട് കാണുന്ന ആൾ നമ്മളോട് പറയുകയാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ അതാണ്, എല്ലാവരോടും സൗമ്യമായും എളിമയോടും പെരുമാറുക. അത് കഴിഞ്ഞ് സർവ്വ സമ്മേളനവുമായി ബന്ധപ്പെട്ട് പോയപ്പോഴാണ് ഒരു 5-6 പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി സംസാരിക്കാനുള്ള അവസരം ലഭിച്ചത്. സാർ ഞങ്ങൾ പൊളിറ്റീഷ്യൻസ് എല്ലാം കൂടെ വിളിച്ചിട്ട് പുള്ളി തമാശ പറയുന്നത്, അതൊരു ഫോട്ടോ ഉണ്ട് തന്നെ, ഇങ്ങനെ രാഷ്ട്രീയക്കാരെ പറ്റി എന്തോ ഒരു കമൻറ്റ് പറയുന്നുണ്ട്. അപ്പം അതൊരു സ്ട്രൈക്കിംഗ് മൂമെൻ്റ് ആയിട്ട് നിൽക്കുക. അത് വലിയ പൊട്ടിച്ചിരിയിൽ ഞങ്ങൾ നിൽക്കുന്നൊരു ഫോട്ടോ കൂടി മെമ്മറബിൾ. ഇപ്പം അമ്മയാണെങ്കിൽ എപ്പോഴും അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി ഫോളോ ചെയ്യുന്ന ഫാമിലി ആണല്ലോ ഡെഫിനറ്റ്ലി. അപ്പോൾ സാർ ഇങ്ങനെ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡിസ്കഷൻസ് വീട്ടിലുണ്ടാവാറുണ്ടോ? അതിപ്പം ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടല്ലേ. ഇപ്പം ഞാൻ ക്രിസ്ത്യൻ അല്ലാതെ ഒന്നില്ലല്ലോ. അതേസമയം എല്ലാ മതങ്ങളും പറയുന്ന ഒന്നാന്ന് പറയുമ്പോൾ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യല്ലേ. നമ്മൾ ഇന്ത്യയുടെ കൾച്ചർ തന്നെ അക്സെപ്റ്റൻസാണ്. ഇപ്പം ഞാനൊരു ഇന്ത്യനാണ്, ഞാൻ എൻ്റെ ജന്മം കൊണ്ട് ഒരു ഭാരതീയനാണെങ്കിൽ എൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണത്. ഇപ്പം എൻ്റെ സംസ്കാരം മാറ്റാൻ പറ്റുമോ?
എൻ്റെ സംസ്കാരത്തിൽ എല്ലാവരെയും ഒന്നായിട്ടാണ് കണക്കാക്കുന്നത്. അതിഥിയാണ് ദൈവം, എല്ലാവരിലും ദൈവമുണ്ട്. ആ ദൈവത്തെയാണ് ഞാൻ അപ്പോൾ ഈശ്വരൻ സർവ്വവ്യാപിയാണെങ്കിൽ എല്ലാ മനുഷ്യരുടെ ഈശ്വരനല്ലേ. അപ്പോൾ ആ ഈശ്വരനെയാണ് ഞാൻ എല്ലാവരിലും കാണാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ഡേ ഐ ആം ആൻ ഇന്ത്യൻ. ആ ഇന്ത്യൻ കൾച്ചർ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അപ്പം അതിനകത്തൊരു കോൺട്രാസ്റ്റോ അതിനകത്തൊരു കൺഫ്യൂഷനോ ഇല്ല. ഇപ്പൊ സാറിന്റെ ആശയവും ഉമ്മൻചാണ്ടി സാറിന്റെ ഈ ഒരു വിശ്വാസങ്ങളെ കുറിച്ചുള്ള ആശയം അലൈനായിട്ട് പോകുന്നതാണ്. ഇങ്ങനെയായിരുന്നു ഉമ്മൻചാണ്ടി സാർ? അല്ല, ഇപ്പം അദ്ദേഹമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ചർച്ചയ്ക്കുള്ള സമയമൊന്നും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് അദ്ദേഹം പറയത്തുപോലുമില്ല. നമ്മൾ കേട്ടിട്ടുണ്ട്, ഇപ്പം പുതുപ്പള്ളിയിലുണ്ടെങ്കിൽ എല്ലാ ഞായറാഴ്ചയും ഉമ്മൻചാണ്ടി സാറ് പള്ളിയിൽ ഉണ്ടാവും എന്നുള്ളത്. ചാണ്ടി ഉമ്മൻ സാർ ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നു. എല്ലാ ദിവസവും എൻ്റെ ഫാദറിൻ്റെ കല്ലറയിൽ പോയിട്ടാണ് തുടങ്ങുന്നത്. എൻ്റെ ഫാദറിൻ്റെ കല്ലറയാണ് ദിവസം അവസാനിപ്പിക്കുന്ന പുതുപ്പള്ളി ഉണ്ടെങ്കിൽ. അപ്പോൾ എല്ലാ ഞായറാഴ്ച എല്ലാ ദിവസവും ഞാൻ അവിടെ ഉണ്ട്. ഓക്കെ, നമ്മൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറയിൽ കാര്യം പറഞ്ഞപ്പം അതിൽ എഴുതിയിരിക്കുന്ന വാക്കുകൾ വളരെ സ്ട്രൈക്കിംഗ് ആണ്. അങ്ങനെ എഴുതാനുള്ളൊരു തീരുമാനം എങ്ങനെ? അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അന്നത്തെ പ്രതിപക്ഷ നേതാവ് സഭയിൽ എഴുന്നേറ്റ് നിന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്. അപ്പം അതാണ് യേശുക്രിസ്തുവിനെ പറ്റി, യേശുക്രിസ്തുവിനെ ഒരു ശതാധിപൻ പറഞ്ഞൊരു കാര്യമാണ്. അത് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ അസംബ്ലിയിൽ പറഞ്ഞു. പിന്നെ ഞാൻ ഈ അന്തിമ യാത്രയിൽ അദ്ദേഹത്തിന് അങ്ങനെ പോകുമ്പോൾ എൻ്റെ സുഹൃത്ത് എൻ്റെ അടുത്ത് നിന്നിട്ട് ഇതേ കാര്യം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അനുഭവിച്ചതും ഞങ്ങൾ അനുഭവിച്ചതുമായിട്ടുള്ള സാഹചര്യം കൂടി മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങളത് എഴുതി വയ്പ്പിച്ചത്. കാരണം കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഈ മനുഷ്യൻ സത്യമായ നീതിമാനായിരുന്നു. അതെ.